പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 6, 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. കുഞ്ഞാട് ആ 7 മുദ്രകളിൽ ഒന്ന് തുറന്നപ്പോൾ ഞാൻ നോക്കി. ആ 4 ജീവികളിൽ ഒന്ന് ഇടിനാദം പോലുള്ള സ്വരത്തിൽ വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിൻ്റെ പുറത്ത് വില്ലുമായിരിക്കുന്ന ഒരുവൻ. അവന് ഒരു കിരീടം നൽകപ്പെട്ടു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജൈത്രയാത്ര ആരംഭിച്ചു. അവൻ 2ാമത്തെ മുദ്ര തുറന്നപ്പോൾ 2ാമത്തെ ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ തീക്കനലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തുകളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു. അവന് ഒരു വലിയ ഖഡ്ഗവും കൊടുത്തു. അവൻ 3ാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് 3ാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. നോക്കിയപ്പോൾ ഇതാ ഒരു കറുത്ത കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു ത്രാസ്. ആ 4 ജീവികളുടെ മധ്യത്തിൽ നിന്ന് ഉണ്ടായൊരു ശബ്ദം പോലെ ഞാൻ കേട്ടു. 1 ദനാറയ്ക്ക് ഇടങ്ങഴി ഗോതമ്പ്, 1 ദനാറയ്ക്ക് 3 ഇടങ്ങഴി ബാർലി, എണ്ണയും വീഞ്ഞും നശിപ്പിച്ചു കളയരുത്. അവൻ 4ാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് 4ാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ നോക്കി, ഇതാ വിളറിയ ഒരു കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്നവന് മരണം എന്നു പേര്. പാതാളം അവനെ പിന്തുടരുന്നു. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും ഭൂമിയിലെ വന്യമൃഗങ്ങളെ കൊണ്ടും സംഹാരം നടത്താൻ ഭൂമിയുടെ 4 അവർക്ക് അധികാരം ലഭിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, വെളിപാട് പുസ്തകത്തിൻ്റെ 2ാം ഭാഗം രക്ഷാചരിത്രത്തിൻ്റെ പ്രതീകാത്മകമായൊരു ചിത്രീകരണമാണെന്ന് നമ്മൾ പലതവണ പറഞ്ഞു വെച്ചു. ആ ചരിത്രം ഇപ്പോൾ പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ്. അതിലാദ്യത്തെ അവതരണമാണ് 7 മുദ്രകൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഓരോ മുദ്രയും തുറക്കുമ്പോൾ ഓരോ മഹാമാരികൾ അരങ്ങേറും. ഇതെല്ലാം തിന്മ നിറഞ്ഞ ലോകത്തിൻ്റെ മേൽ, പാപത്തിൻ്റെ മേൽ ദൈവം നടത്തുന്ന ശിക്ഷാവിധിയാണ്. ഈ 7 മുദ്രകൾക്ക് ശേഷം വേറെ 2 സപ്തഗണങ്ങൾ കൂടി വരും. ദൂതന്മാർ കാഹളം മുഴക്കുമ്പോൾ 7 ദൂതന്മാർ കാഹളം മുഴക്കുമുണ്ടാകുന്ന ശിക്ഷാവിധി. അതിനുശേഷം 7 ദൂതന്മാർ ക്രോധത്തിൻ്റെ പാത്രങ്ങൾ ഭൂമിയിൽ ചൊരിയുമ്പോഴുണ്ടാകുന്ന ശിക്ഷാവിധി. ഇങ്ങനെ പടിപടിയായി ദൈവം ഈ ഭൂമിയുടെ മേൽ ശിക്ഷാവിധി നടപ്പിലാക്കിക്കൊണ്ട് തിന്മയെ ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ ചിത്രീകരണമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ 4 മഹാമാരികൾ ഒരുമിച്ചാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. ഓരോ മുദ്രയെ തുറക്കുമ്പോൾ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ. കുഞ്ഞാട് ആ 7 മുദ്രകളിൽ ഒന്ന് തുറന്നപ്പോൾ ഞാൻ നോക്കി. ആ 4 ജീവികളിൽ ഒന്ന് ഇടിനാദം പോലുള്ള സ്വരത്തിൽ വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. മുദ്ര തുറക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ വിളിച്ചു വരുത്തുന്നത് 4 ജീവികളിൽ ഒന്നാണ് എന്നത് പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നു. 4 ജീവികൾ നമ്മൾ കണ്ടു, പ്രപഞ്ചത്തിൻ്റെ മുഴുവനും കൂടി പ്രതീകവും പ്രതിനിധികളുമാണ്. അപ്പോൾ 4 ജീവികൾ സൃഷ്ടപ്രപഞ്ചത്തെയാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ ഈ മഹാമാരികൾ വിളിച്ചു വരുത്തുന്നതും സൃഷ്ടപ്രപഞ്ചം തന്നെയാണ്. അഥവാ ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ നടക്കുന്ന ശിക്ഷാവിധികളാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രപഞ്ചത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾ അത് 4 വ്യത്യസ്ത ഘടകങ്ങളായി, 4 വ്യത്യസ്ത ഭാഗങ്ങളായി അവതരിപ്പിച്ചിരിക്കുകയാണ്. ലേവ്യരുടെ പുസ്തകം 26ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. ലേവ്യരുടെ പുസ്തകം 26ാമത്തെ അധ്യായത്തിൽ എടുത്തു പറയുന്നത് ഉടമ്പടിയുടെ പ്രമാണങ്ങളിൽ ജീവിച്ചാലുണ്ടാകുന്ന അനുഗ്രഹങ്ങളും അത് ലംഘിച്ചാലുണ്ടാകുന്ന ശിക്ഷകളുമാണ്. ശിക്ഷകളെക്കുറിച്ച് പറയുമ്പോൾ 26ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയത്തിന് വെളിച്ചം പകരാൻ പറ്റുന്നവയാണെന്ന് എനിക്ക് തോന്നുന്നു. 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ലേവ്യരുടെ പുസ്തകം 26ാമത്തെ അധ്യായം. ഈ ശിക്ഷകൾ കൊണ്ടൊന്നും നിങ്ങൾ എന്നിലേക്ക് തിരിയാതെ എനിക്കെതിരായി വ്യാപരിക്കുന്നെങ്കിൽ ഞാനും നിങ്ങൾക്കെതിരെ വ്യാപരിക്കും. നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങളെ ഞാൻ 7 ഇരട്ടി ശിക്ഷിക്കും. എൻ്റെ ഉടമ്പടിയുടെ പേരിൽ പ്രതികാരം ചെയ്യാൻ ഞാൻ നിങ്ങളുടെ മേൽ വാൾ വീശും. നിങ്ങൾ പട്ടണങ്ങളിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മേൽ പകർച്ചവ്യാധികൾ വരുത്തും. നിങ്ങൾ ശത്രുക്കളുടെ കൈകളിൽ അകപ്പെടുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ അപ്പത്തിൻ്റെ അളവ് കുറയ്ക്കും. 10 സ്ത്രീകൾ ഒരടുപ്പിൽ അപ്പം പാകം ചെയ്യും. അവർ നിങ്ങൾക്ക് അപ്പം തൂക്കി അളന്നേ തരൂ. നിങ്ങൾ ഭക്ഷിക്കും, എന്നാൽ തൃപ്തരാവുകയില്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് തിന്മയിൽ ആണ്ടുപോകുന്നവരുടെ മേൽ ഉണ്ടാകുന്ന ശിക്ഷാവിധിയുടെ ഒരു ചിത്രീകരണമാണിത്.
ഇവിടെ 4 കുതിരകളെ ചിത്രീകരിക്കുന്നുണ്ട്. ഈ 4 കുതിരകളെക്കുറിച്ചുള്ള ചിത്രീകരണം സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് വരുന്നതാണ്. സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും. സഖറിയ പറഞ്ഞു, ചുവന്ന കുതിരയുടെ പുറത്ത് സവാരി ചെയ്യുന്ന ഒരുവനെ ഞാൻ രാത്രി ദർശനത്തിൽ കണ്ടു. അവനൊരു മലയിടുക്കിൽ കൊഴുന്തുചെടികളുടെ ഇടയിൽ നിൽക്കുകയായിരുന്നു. പിന്നിൽ ചുവപ്പും തവിട്ടും വെളുപ്പും നിറമുള്ള കുതിരകളും ഉണ്ടായിരുന്നു. ഇങ്ങനെ 4 നിറത്തിലുള്ള കുതിരകളെക്കുറിച്ച് ലോകമെമ്പാടും ശിക്ഷാവിധി നടപ്പിലാക്കാൻ പോകുന്ന ദൂതന്മാരെക്കുറിച്ചുള്ള ചിത്രീകരണമാണ് സഖറിയായിൽ. ആ 4 കുതിരകളെക്കുറിച്ചുള്ള ചിത്രീകരണം മറ്റൊരു വിധത്തിലാണ് ഇവിടെ യോഹന്നാൻ എടുത്ത് അവതരിപ്പിക്കുന്നത് ദർശനമായി. ആദ്യത്തേത്, ആ 4 ജീവികളിൽ നിന്ന് ഒന്ന് ഇടിനാദം പോലുള്ള സ്വരത്തിൽ വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഞാനൊരു വെള്ള കുതിരയെ കണ്ടു. അതിൻ്റെ പുറത്ത് വില്ലുമായി ഇരിക്കുന്ന ഒരുവൻ. അവനൊരു കിരീടം നൽകപ്പെട്ടു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജൈത്രയാത്ര ആരംഭിച്ചു. ഈ വെള്ളക്കുതിര പിന്നീട് 19-ാമത്തെ അധ്യായത്തിൽ വരും. യേശു ക്രിസ്തുവിനെ വെള്ളക്കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവനായി ചിത്രീകരിക്കുന്നത്. പക്ഷേ ഇവിടെ വരുന്ന യേശു ക്രിസ്തുവല്ല. ഇവിടെ ശിക്ഷാവിധി നടപ്പിലാക്കാൻ വരുന്ന ഒരു വ്യക്തിയാണ് ചിത്രീകരിക്കുക. വെള്ളക്കുതിര വിജയത്തിൻ്റെ അടയാളമാണ്. കുതിര യുദ്ധത്തിന് പോകുന്ന ഉപകരണവുമാണ്. ഇവിടെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ജൈത്രയാത്ര ചെയ്യുന്നവൻ കുതിരപ്പുറത്ത് വരുന്ന ശത്രുവാണ്. റോമക്കാർ ഏറ്റവും ഭയന്നിരുന്ന ശത്രുക്കളായിരുന്നു പാർത്തിയക്കാർ. റോമക്കാർ പരാജയപ്പെട്ടത് പാർത്തിയക്കാരോടാണ് ആദ്യമായിട്ട്. പാർത്തിയക്കാർ കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നവരായിരുന്നു. അമ്പും വില്ലും ആയുധമായിട്ട് ഉപയോഗിച്ചവരായിരുന്നു. നമ്മുടെ പാർത്ഥസാരഥിയൊക്കെ ഒരു ഉദാഹരണമാണ്. പാർത്തിയക്കാരുടെ ഒരു പ്രതീകമായി ഇതിനെ കാണാവുന്നതാണ്. പ്രതീകം ഏതെടുത്താലും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പുറമേ നിന്നുള്ള ഒരു ആക്രമണം, യുദ്ധം. ഇതാണ് ശിക്ഷാവിധി നടപ്പിലാക്കുന്ന ആദ്യത്തെ പ്രവൃത്തി. പുറമേ നിന്നുണ്ടാകുന്ന ശത്രുക്കളുടെ ആക്രമണം അത് കിഴക്കുന്ന് വരുന്നതാവും. പ്രത്യേകിച്ചും റോമക്കാരെ സംബന്ധിച്ച് അവർ ഭയന്നിരുന്നു. പാർത്തിയക്കാരുടെ വീണ്ടും ആക്രമണം ഉണ്ടാകും. പാർത്തിയക്കാരുടെ തോറ്റ റോമൻ സൈന്യം ഒരു ലീജിയൻ മുഴുവൻ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായി പാർത്തിയായുമായുള്ള യുദ്ധത്തിൽ. അപ്പോൾ കിഴക്കുനിന്ന് വരുന്നവൻ, വെള്ളക്കുതിരപ്പുറത്ത് വില്ലുമായി വരുന്നവൻ ശത്രുവാണ്. അപ്പോൾ ശത്രുക്കളുടെ ആക്രമണമാണ് ആദ്യത്തെ മഹാമാരിയായി അവതരിപ്പിക്കുക. ഇത് യേശുക്രിസ്തുവിൻ്റെ ചിത്രമല്ല, ഒരു ശത്രുവിൻ്റെ ചിത്രമാണ്. ആരാണെന്ന് പറയുന്നില്ല. ശത്രുക്കളുടെ ആക്രമണം, ബാഹ്യമായ ശത്രുക്കളുടെ ആക്രമണം, അതാണ് ആദ്യത്തേത്. അവൻ 2-ാമത്തെ മുദ്ര തുറന്നപ്പോൾ 2-ാമത്തെ ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ തീക്കനലിൻ്റെ നിറമുള്ള ഒരു കുതിര കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു. തീക്കനലിൻ്റെ നിറം രക്തത്തിൻ്റെ നിറമാണ്, ചുവപ്പ് നിറം. ഈ ചുവപ്പ് നിറത്തിലുള്ള കുതിര കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആഭ്യന്തര കലാപങ്ങളാണ്. ആഭ്യന്തര കലാപങ്ങൾ ഒരുപാട് അറിഞ്ഞവരാണ് യഹൂദരും റോമക്കാരും. സീസറിൻ്റെ മരണത്തെ തുടർന്ന് വലിയ ആഭ്യന്തര കലാപമുണ്ടായി. അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് ഒക്ടേവിയനും മാർക്കാൻ്റണിയും കൂടി ആഭ്യന്തര കലാപം അടിച്ചമർത്തിയത്. അതിനുശേഷം ഒക്ടേവിയനും മാർക്കാൻ്റണിയും തമ്മിലായി യുദ്ധം. ഏതാണ്ട് 20 വർഷത്തോളം ദീർഘിച്ചു ഈ ആഭ്യന്തര കലാപം. ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. നീറോയുടെ ആത്മഹത്യയ്ക്ക് ശേഷം 67 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിലുമുണ്ടായി വലിയ ആഭ്യന്തര കലാപം റോമിൽ. പലസ്തീനായിലുമുണ്ടായി ആഭ്യന്തര കലാപങ്ങൾ. റോമക്കാർക്കെതിരെ ഉള്ള യുദ്ധത്തിൽ 1,00,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രകാരന്മാർ പറയുക. ഇന്നും ഇത് നമുക്ക് സുപരിചിതമാണ്. ആഭ്യന്തര കലാപങ്ങൾ, പുറമേ നിന്നുള്ള ആക്രമണം, അകത്തുനിന്നുള്ള അസ്വസ്ഥതകൾ, ആഭ്യന്തര കലാപങ്ങൾ ശിക്ഷാവിധി നടപ്പിലാക്കുന്ന 2-ാമത്തെ മാർഗം. 3-ാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് 3-ാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. നോക്കിയപ്പോൾ ഇതാ ഒരു കറുത്ത കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു ത്രാസ്. ആ 4 ജീവികളുടെ മധ്യത്തിൽ നിന്നുണ്ടായ ശബ്ദം പോലെ ഞാൻ കേട്ടു, 1 ദെനാറയ്ക്ക് ഇടങ്ങഴി ഗോതമ്പ്, 1 ദെനാറയ്ക്ക് 3 ഇടങ്ങഴി ബാർലി. യുദ്ധമുണ്ടാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ക്ഷാമം. ഭക്ഷ്യവസ്തുക്കൾക്ക് ക്ഷാമമുണ്ടാകുന്നത് എപ്പോഴും യുദ്ധത്തിൻ്റെ ഒരു കെടുതിയാണ്. ഭക്ഷണം കൃഷി ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാവാം, പൂഴ്ത്തിവെക്കുന്നുണ്ടാവാം, വില കൂടുന്നു. ഇവിടെ യുദ്ധത്തിൻ്റെ കെടുതിയായി കടന്നു വന്ന ക്ഷാമത്തെക്കുറിച്ച്, പട്ടിണി മരണത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കറുത്ത കുതിര പട്ടിണി മരണത്തെ സൂചിപ്പിക്കുന്നു. അവൻ്റെ കയ്യിലിരിക്കുന്നവൻ്റെ കയ്യിലെ ത്രാസ് അപ്പം തൂക്കി അളന്ന് വിൽക്കുന്നതിൻ്റെ ഒരു സൂചനയാണ്. 1 ദെനാറയ്ക്ക് 1 ഇടങ്ങഴി ഗോതമ്പെന്ന് പറയുമ്പോൾ 1 ഇടങ്ങഴി ഗോതമ്പിന് ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ പണിക്കൂലി മുഴുവൻ കൊടുക്കണം. ഇന്നത്തെ കണക്ക് കൂട്ടിയാൽ 1 കിലോ അരിക്ക് 350 രൂപ എന്ന് പറയുന്ന വില ഏകദേശം കണക്ക് കൂട്ടാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഭക്ഷ്യധാന്യം ഉണ്ടെങ്കിലും അത് വിലയ്ക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നില്ല. പട്ടിണി മരണമാണ് ഉണ്ടാവുക.
എണ്ണയും വീഞ്ഞും നശിപ്പിച്ചു കളയരുത് എന്നത് ഒരു പ്രത്യേക ചരിത്ര പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ബൈബിൾ വ്യാഖ്യാതാക്കൾ കരുതുന്നത്. ഡൊമീഷ്യൻ്റെ കാലത്ത് ദേശത്തുടനീളം വലിയ വരൾച്ചയുണ്ടായി, ക്ഷാമമുണ്ടായി. ഈ കാലഘട്ടത്തിൽ ഡൊമീഷ്യൻ ഒരു കൽപ്പന ഇറക്കി മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും വെട്ടിനിരത്തി അവിടെ ഗോതമ്പ് കൃഷി ചെയ്യാൻ. അതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായി. ശക്തമായ പ്രതിഷേധത്തെ മാനിച്ച് ഈ രാജകീയ കൽപ്പന പിൻവലിക്കുകയുമുണ്ടായി. അപ്പോൾ ഗോതമ്പും എണ്ണയും വീഞ്ഞും നശിപ്പിച്ചു കളയരുത് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു സംഭവം ഉണ്ടാകാം. അത് തന്നെയുമല്ല, മുന്തിരിയുടെയും ഒലിവിൻ്റെയും ഒക്കെ വേരുകൾ അല്പം കൂടി ആഴത്തിൽ പോകുന്നത് കൊണ്ട് ഗോതമ്പ് നഷ്ടപ്പെടുമ്പോഴും ധാന്യങ്ങൾ വിലകൾ ഇല്ലാതാകുമ്പോഴും അത്യാവശ്യം മുന്തിരിയും ഒലിവുമൊക്കെ ജീവിച്ചെന്ന് വരും. അപ്പോൾ എണ്ണയും വീഞ്ഞും ഉണ്ടായെന്ന് വരും. ഇതിൻ്റെ കൂടെ മറ്റൊന്നുകൂടിയുണ്ട്. അവശ്യ വസ്തുക്കൾക്ക് ക്ഷാമം അനുഭവപ്പെടുമ്പോഴും ഉപഭോഗ വസ്തുക്കൾക്ക്, അതുകൊണ്ട് ലക്ഷറി ഗുഡ്സിന് വേണ്ടി ആഡംബര വസ്തുക്കൾക്ക് യാതൊരു ക്ഷാമവും ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. എണ്ണയും വീഞ്ഞും മദ്യവും സമൃദ്ധമായി ഉണ്ടാകുമ്പോഴും ഭക്ഷണത്തിന് ക്ഷാമം അനുഭവിക്കുന്നു. ഇപ്പോൾ ഒരു ഭാഗത്തു നിന്ന് കൊടിയ ദാരിദ്ര്യവും മറുഭാഗത്തു നിന്ന് വലിയ ആഡംബരവും ഒരുമിച്ച് നിൽക്കുന്നൊരു സാഹചര്യവും ഉണ്ടാകാം. ഏതായാലും മൂന്നാമത്തേത് ക്ഷാമത്തിൻ്റെ ഒരു ചിത്രീകരണമാണ്. നാലാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് നാലാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ നോക്കി, ഇതാ വിളറിയ ഒരു കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവന് മരണമെന്നു പേര്, പാതാളം അവനെ പിന്തുടരുന്നു. വിളറിയ കുതിര പകർച്ചവ്യാധികളുടെ അടയാളമാണ്. ഇപ്പോൾ ഇവിടെ പഞ്ഞം, പട, വസന്ത എന്ന് പൊതുവെ പറയാറുള്ള 3 കാര്യങ്ങളിലൂടെ വരുന്നു. പട 2 തരത്തിലാവാം. പുറമേ നിന്നുള്ള ആക്രമണമാകാം, ആഭ്യന്തര കലാപങ്ങളാവാം. അപ്പോൾ ആഭ്യന്തര കലാപങ്ങളും പുറമേ നിന്നുള്ള യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധികളും മൂലം ശിക്ഷാവിധി നടപ്പിലാക്കുന്നു. വലിയ നാശം ഈ ഭൂമിയിൽ കടന്നു വരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ ഒരു ഭാഗം ആരംഭിച്ചതേയുള്ളൂ. ഇപ്പോൾ 4 ജീവികൾ വിളിച്ചു വരുത്തുന്നു എന്ന് പറഞ്ഞു. അത് പ്രപഞ്ച വസ്തുക്കളുടെ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെയാണ് വിളിച്ചു വരുത്തുന്നത്. ഇപ്പോൾ പ്രകൃതിയിലൂടെ സംഭവിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ചാണ് ഇവിടെ 4 കുതിരകളുടെ പ്രതീകങ്ങളിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. അതിനുശേഷം 5-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ ഒരു ശിക്ഷാവിധിയല്ല, ഒരു ഇടവേളയാണ്. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവൻ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. വലിയ സ്വരത്തിൽ അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പരിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ അങ്ങ് എത്രത്തോളം വൈകും? അവർക്ക് ഓരോരുത്തർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു. അവരെപ്പോലെ വധിക്കപ്പെടാനിരുന്ന സഹദാസരുടെയും സഹോദരരുടെയും എണ്ണം തികയുന്നതുവരെ അല്പം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം നൽകി. ഇവിടെ രക്തസാക്ഷികളുടെ ഒരു ചിത്രീകരണമാണ് കാണുന്നത്. ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ബലിപീഠം ഇവിടെ ഭൂമിയിലല്ല, സ്വർഗത്തിലാണെന്ന് ഓർക്കുക. സ്വർഗത്തിലെ ബലിപീഠത്തിന് കീഴിൽ രക്തസാക്ഷികളുടെ ആത്മാക്കളെ കണ്ടു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഇതാണ്: യേശുവിന് വേണ്ടി, യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി ജീവൻ നഷ്ടപ്പെടുന്ന വ്യക്തികൾ, കൊല്ലപ്പെടുന്ന വ്യക്തികൾ അവരുടെ ജീവൻ ബലിയായി അർപ്പിച്ചവരാണ്. ആ ബലി ദൈവം സ്വീകരിച്ചു എന്നതിൻ്റെ സൂചനയാണ് സ്വർഗത്തിലെ ബലിപീഠത്തിന് കീഴിൽ അവരെ കാണുന്നത്. അപ്പോൾ രക്തസാക്ഷികൾ തങ്ങളുടെ ജീവൻ ബലിയായി അർപ്പിച്ചു. പൗലോസ് പറഞ്ഞല്ലോ, എൻ്റെ ജീവൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. അപ്പോൾ രക്തസാക്ഷികൾ തങ്ങളുടെ രക്തം ചിന്തിയത് വെറുതെയല്ല, ദൈവത്തിന് ബലിയായിട്ടാണ്. യേശുക്രിസ്തുവിൻ രക്തത്തോട് തങ്ങളുടെയും രക്തം ചേർത്തുകൊണ്ട് ലോകത്തിന് മുഴുവനും പാപത്തിന് പരിഹാരമായി രക്തസാക്ഷികൾ ബലിയായി അർപ്പിച്ചവരാണ്. അപ്പോൾ ദൈവം ആ ബലി സ്വീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ബലിപീഠത്തിന് കീഴിൽ അവരെ കാണുന്നത്. അവർ നിശ്ചലരായിരിക്കുകയല്ല, മരിച്ചവർ ഉറങ്ങിക്കിടക്കുകയല്ല, അവർ പ്രാർത്ഥിക്കുന്നു, ഉച്ചസ്വരത്തിൽ വിളിച്ചു പറയുന്നു. അവരുടെ പ്രാർത്ഥനയാണ്, പരിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി ഞങ്ങൾ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ അങ്ങ് എത്രത്തോളം വൈകും? പ്രതികാരം ചെയ്യുക എന്നത് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പദമാണ്. ഇവിടെ പ്രതികാരം ചെയ്യുന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ഇതാണ്: ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തണം, ന്യായവും നീതിയും നടപ്പാക്കണം, തിന്മയ്ക്ക് അറുതി വരുത്തണം, ഈ പ്രപഞ്ചത്തിൻ്റെ ദുഷ്ടതയ്ക്ക് അറുതി വരണം. തിന്മയെ ശിക്ഷിച്ചെങ്കിലേ ന്യായാധിപൻ്റെ ദൗത്യം പൂർത്തിയാകൂ.
തിന്മയെ ഉന്മൂലനം ചെയ്തെങ്കിലേ നന്മയ്ക്ക് വിജയം വരിക്കൂ. അപ്പോൾ തിന്മയ്ക്ക് അറുതി വരുത്തി എപ്പോഴാണ് നന്മ പൂർണ്ണമായി വിജയിക്കുന്നത്? ഇതാണ് ഇവരുടെ പ്രാർത്ഥന. ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥന ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ രക്ഷയ്ക്ക് കാരണമായി തീരും എന്ന് പിന്നീട് നമ്മൾ കാണും. അവർക്ക് ഓരോരുത്തർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു. ദൈവത്തോടുള്ള പൂർണ്ണമായ ഐക്യത്തിൽ മരിക്കുന്നവർ അതേ നിമിഷത്തിൽ തന്നെ ദൈവിക ജീവനിലേക്ക് കടക്കും, സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അതിന് ഉപോദ്ബലമായി നിൽക്കുന്ന ഒരു ബൈബിൾ ഭാഗമാണിത്. അവർക്കെല്ലാവർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു. അവരെപ്പോലെ വധിക്കപ്പെടാനിരുന്ന സഹദാസരുടെയും സഹോദരരുടെയും എണ്ണം തികയുന്നവരെ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം കിട്ടി. ഇപ്പോൾ ദൈവം തിന്മയെ ഒറ്റയടിക്ക് ഉന്മൂലനം ചെയ്യുന്നില്ല, പാപികളെ പെട്ടെന്ന് ശിക്ഷിച്ച് നശിപ്പിക്കുന്നില്ല, അവർക്ക് സാവകാശം കൊടുക്കുന്നു. കാരണം പാപിയുടെ മരണമല്ല, മാനസാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മാനസാന്തരത്തിനുള്ള അവസരം കൊടുക്കാൻ വേണ്ടിയാണ് ലോകാവസാനം ഇനിയും നീട്ടിവെച്ചിരിക്കുന്നത്. പക്ഷേ യേശുവിനോട് ചേർന്ന് നിന്ന് ദൈവത്തിനു വേണ്ടി ദൈവവിശ്വാസത്തോടു കൂടി ജീവൻ ത്യജിക്കുന്നവർ അവർക്ക് രക്ഷ ലഭിച്ചു കഴിഞ്ഞു. അവർ അതാണ് ധവള വസ്ത്രം കൊണ്ട് അർത്ഥമാക്കുക. പക്ഷെ അതിനിയും പൂർണ്ണമായിട്ടില്ല. കാരണം ശരീരങ്ങളുടെ പുനരുത്ഥാനം ഇനിയും സംഭവിച്ചിട്ടില്ല. ശരീരങ്ങളുടെ പുനരുത്ഥാനം ഉണ്ടാകുന്ന ലോകാവസാനത്തോടു കൂടിയായിരിക്കും. അപ്പോഴാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാവുക. അതിന് ഇനിയും അല്പം കൂടി കാത്തിരിക്കണം എന്നാണ് പറയുക. അവർക്ക് വിശ്രമിക്കാൻ നിർദ്ദേശവും കിട്ടി. ഇനി വരുന്നത് ഭീകരമായ ചിത്രങ്ങളാണ്. 6ാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ നോക്കി, വലിയ ഒരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ ആകെ രക്തം പോലെയായി. കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായ്കൾ പൊഴിയുന്നത് പോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു. ആകാശം തെറുത്തുമാറ്റിയ ചുരുൾ പോലെ അപ്രത്യക്ഷമായി. പർവ്വതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രപഞ്ചത്തെ മുഴുവനും സ്വാധീനിക്കുന്നു, നശിപ്പിക്കുന്നു പാപം എന്നതിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ പറയുക. ദൈവശാസ്ത്രപരമായ ഒരു വിശദീകരണം. നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും എന്ന് ആദാമിനോട് ദൈവം പറഞ്ഞു. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മനുഷ്യൻ ഈ ഭൂമിയെ നശിപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ കാണുന്നത്. പാപത്തിൻ്റെ ഫലമായി ഈ പ്രപഞ്ചം മുഴുവനും മലിനമാക്കപ്പെടുന്നു, ശിക്ഷ ഏൽക്കേണ്ടി വരുന്നു. ഇവിടെ 7 കാര്യങ്ങൾ, 7 ഘടകങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അവൻ മുദ്ര തുറന്നപ്പോൾ ഭൂമി കുലുങ്ങി. 1, സൂര്യൻ ഇരുണ്ടു, ചന്ദ്രൻ ആകെ രക്തം പോലെയായി. 3, കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായ്കൾ പൊഴിയുന്ന പോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു. 4, ആകാശം തെറുത്തുമാറ്റി ചുരുൾ പോലെ അപ്രത്യക്ഷമായി. 5, പർവ്വതങ്ങളും 6, ദ്വീപുകളും 7 അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു. ഈ പ്രപഞ്ചത്തെ മുഴുവനും ഗ്രസിക്കുന്നു ഈ ശിക്ഷാവിധി. ഇത് ഒരു പ്രതീകാത്മകമായ ചിത്രീകരണമാണ്, അപ്പോക്കലിപ്റ്റിക് ശൈലിയാണെന്ന് പറയാം. ആകാശം ഈ ഒരു വിധാനം പോലെയാണ്, ഒരു കൂടാരം പോലെ നിവർത്തിയിരിക്കുകയാണ്, അതിനെ ചുരുൾ പോലെ തെറുത്തു മാറ്റാൻ പറ്റും എന്നൊക്കെ പറയുന്നത് ഒരു പ്രതീകാത്മകമായിട്ടുള്ള ചിത്രീകരണമായി കണക്കാക്കിയാൽ മതിയാവും. പക്ഷേ പാപത്തിൻ്റെ മേലുള്ള ശിക്ഷാവിധി ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊള്ളുന്നു, സ്വാധീനിക്കുന്നു, നശിപ്പിക്കുന്നു എന്നുകൂടി ഇവിടെ ഓർക്കണം. ഇനി മനുഷ്യരെക്കുറിച്ചാണ് പറയുക. 7 തരത്തിലുള്ള മനുഷ്യരെക്കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ഭൂമിയിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും സൈന്യാധിപന്മാരും ധനികരും പ്രബലരും അടിമകളും സ്വതന്ത്രരും ഗുഹകളിലും പാറക്കെട്ടുകളിലും ചെന്ന് ഒളിച്ചു. ആരും ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല. ദൈവം ശിക്ഷ നടത്തുമ്പോൾ അതെല്ലാവരെയും ബാധിക്കും. അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നിന്ന് വരുന്നതാണിത്. മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മേൽ വന്നു വീഴുവിൻ. സിംഹാസനത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ. പക്ഷേ ആർക്കും സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ശിക്ഷാവിധി നടപ്പിലാക്കുമ്പോൾ ആ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല. എന്തെന്നാൽ അവരുടെ ക്രോധത്തിൻ്റെ ഭീകരദിനം വന്നു കഴിഞ്ഞു. ചെറുത്തു നിൽക്കാൻ ആർക്കു കഴിയും? ശിക്ഷാവിധിയുടെ മുന്നേറ്റം ഇങ്ങനെ തുടരുന്നതിനിടയിൽ ഒരു വലിയ ഇടവേള പോലെയാണ് 7-ാമത്തെ അധ്യായം അവതരിപ്പിച്ചിരിക്കുന്നത്. 6-ാമത്തെ അധ്യായം 6 മുദ്രകൾ തുറന്നതിനെക്കുറിച്ച് പറഞ്ഞു. 7-ാമത്തെ മുദ്ര തുറക്കുന്നത് 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ് പറയുക. അതിനിടയിൽ ഒരു പ്രത്യേക ഇടവേളയായി ചിത്രീകരിക്കുന്നതാണ് സംരക്ഷണ മുദ്രയെക്കുറിച്ചുള്ളത്. 7-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഇതിനുശേഷം ഭൂമിയുടെ 4 കോണുകളിൽ 4 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. കരയിലോ കടലിലോ വൃക്ഷങ്ങളിലോ വീശാതിരിക്കാൻ ഭൂമിയിലെ 4 കാറ്റുകളെയും അവർ പിടിച്ചു നിർത്തിയിരുന്നു.
വേറൊരു ദൂതൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയുമായി സൂര്യനുദിക്കുന്ന ദിക്കിൽ നിന്ന് ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു. കരയ്ക്കും കടലിനും നാശം ചെയ്യാൻ അധികാരം നൽകപ്പെട്ട ആ 4 ദൂതന്മാരോട് അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിത്തടത്തിൽ മുദ്ര കുത്തി തീരുവോളം നിങ്ങൾ കരയോ കടലോ വൃക്ഷങ്ങളോ നശിപ്പിക്കരുത്. മുദ്രിതരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ആകെ 144,000. യൂദാ ഗോത്രത്തിൽ നിന്ന് മുദ്രിതർ 12,000, റൂബൻ ഗോത്രത്തിൽ നിന്ന് 12,000, ഗാദ് ഗോത്രത്തിൽ നിന്ന് 12,000, ആഷേർ ഗോത്രത്തിൽ നിന്ന് 12,000, നഫ്താലി ഗോത്രത്തിൽ നിന്ന് 12,000, മനാസെ ഗോത്രത്തിൽ നിന്ന് 12,000, ശിമയോൻ ഗോത്രത്തിൽ നിന്ന് 12,000, ലേവി ഗോത്രത്തിൽ നിന്ന് 12,000, ഇസാഖർ ഗോത്രത്തിൽ നിന്ന് 12,000, സെബുലൂൻ ഗോത്രത്തിൽ നിന്ന് 12,000, ജോസഫ് ഗോത്രത്തിൽ നിന്ന് 12,000, ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് മുദ്രിതർ 12,000. ഇങ്ങനെ മൊത്തം 144,000 പേർ. ഈ മുദ്ര എന്താണ് അർത്ഥമാക്കുക? ആസന്നമായിരിക്കുന്ന ശിക്ഷാവിധിയിൽ സംരക്ഷണം നൽകുന്നതാണ് ഈ മുദ്ര. ഈ മുദ്രയും നേരത്തെ കണ്ട മുദ്രകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ചുരുളിൽ വെച്ച മുദ്രയല്ല ഇത്, നെറ്റിയിൽ കുത്തുന്ന മുദ്രയാണ്. മുദ്ര കുത്തുന്നതോടെ സംഭവിക്കുക, ആരുടെ മുദ്ര സ്വീകരിക്കുന്നുവോ ആ വ്യക്തിയുടെ സ്വന്തമായിത്തീരുന്നു. അപ്പോൾ ദൈവം തൻ്റെ സ്വന്തമായി സ്വീകരിക്കുന്നതാണ് വിശുദ്ധരായ ജനം. ഈ ഭൂമിയിലെ പീഡനങ്ങൾക്ക് മധ്യേ ദൈവത്തിന് സംരക്ഷണം ലഭിക്കുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ഈ 144,000 പേർ. 12,000 വീതം ഓരോ ഗോത്രത്തിൽ നിന്നും എന്ന് പറയുമ്പോൾ കൃത്യം 12,000 മാത്രമേ ഉള്ളൂ എന്നർത്ഥമാക്കരുത്. 12 പൂർണ്ണസംഖ്യയാണ്, പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന സംഖ്യ. 144 പൂർണ്ണതയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോഴും ഈ ഭൂമിയിൽ ഏതു കാലത്തും ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ 144,000 പേര്. ദൈവത്തിൻ്റെ മുദ്ര സ്വീകരിച്ചവരാണ്. ഇനി വരാൻ പോകുന്ന വലിയ ശിക്ഷാവിധിയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുന്നു, സംരക്ഷണം ലഭിക്കുന്നു. ഭൂമിയിൽ ഏതു കാലത്തും ഉണ്ടാകുന്ന പീഡനങ്ങളിൽ തങ്ങളുടെ ആത്മാക്കളെ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തിന് സംരക്ഷണം ലഭിച്ചവരാണ്. അല്ലാതെ ചില വ്യക്തികൾ, ചില സഭാ സമൂഹങ്ങൾ പറയുന്നത് പോലെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഞങ്ങൾ മാത്രമാണ് 144,000 പേർ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. 144 പ്രതീകമാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് മധ്യേ ഭൂമിയിൽ സംരക്ഷണം അനുഭവിക്കുന്ന സഭാ സമൂഹത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ 144,000. ഇനി അങ്ങോട്ട് 2 ഗണം ആളുകളെക്കുറിച്ച് പറയും. ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്തൊരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവർ. അവർ വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിൽക്കുന്നു. വെള്ളയങ്കി അണിഞ്ഞത് വിജയത്തിൻ്റെയും വിശുദ്ധിയുടെയും അടയാളമാണ്. കുരുത്തോല വിജയം വരിച്ചതിൻ്റെ അടയാളമാണ്. ഇപ്പോൾ വെള്ളയങ്കി അണിഞ്ഞ് കുരുത്തോല കയ്യിലേന്തി കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് സ്വർഗത്തിലേക്ക് കടന്നു വന്ന തിരഞ്ഞെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ആളുകളാണ്. മരണത്തിലൂടെ യേശുവിനോട് വിശ്വസ്തത പാലിച്ചവർ. അവർ ഉച്ചത്തിൽ ആർത്തു വിളിച്ചു പറഞ്ഞു, സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്നു. ഒരു കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയാം. ചുറ്റിലും ദൂതന്മാർ, ശ്രേഷ്ഠന്മാർ, അതിന് മുമ്പിൽ 4 ജീവികൾ. അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആരാണ് ഇവർ എന്നതിന് കൊടുക്കുന്ന മറുപടി ഇതാണ്: ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം കഴുകി വെളുപ്പിച്ചവർ. യേശു ക്രിസ്തുവിലൂടെ രക്ഷ നേടിയവരാണ്. രക്തത്തിൽ കഴുകിയാൽ വെളുക്കുമോ എന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും ഇതൊരു ദൈവശാസ്ത്രപരമായ പദമാണ്. രക്തത്തിൻ്റെ കറ പുരട്ടുകയല്ല, കുഞ്ഞാടിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുക. അതാണ് മാമോദീസായിലൂടെ ലഭിക്കുന്നത്. വിശ്വാസം വഴി മാമോദീസായിലൂടെ രക്ഷിക്കപ്പെട്ട സമൂഹമാണിവർ. ആ മാമോദീസായുടെ അവസ്ഥയിൽ കിട്ടുന്ന വെള്ളവസ്ത്രമാണ് അവർ അവസാനം വരെ സൂക്ഷിക്കുക. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം കഴുകി വെളുപ്പിച്ചവർ. അവർ അസംഖ്യമുണ്ട്. 144,000 പേര് മാത്രമല്ല എന്നോർക്കുക. അവർ അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുന്നു. സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ദൈവം തന്നെ കൂടാരമായി അവർക്ക് മുമ്പിൽ വിരിയും. ദൈവത്തിൻ്റെ കൂടാരമെന്നല്ല, ദൈവം തന്നെ കൂടാരമായി തീരുകയാണ്. അവർ ദൈവത്തിലാണ് വസിക്കുന്നത്. അവർക്കിനി ഒരിക്കലും വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസനത്തിന് മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയിക്കുകയും ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും.
ഇതാണ് വെളിപാട് പുസ്തകം കാണിക്കുന്ന മനോഹരമായൊരു ദൃശ്യം. ഇപ്പോൾ 7 മുദ്രകളുടെ അവസാനത്തതിന് 7ാമത്തെ മുദ്ര തുറക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് കൊടുത്ത ഇടവേളയിൽ എങ്ങോട്ടാണ് രക്ഷാചരിത്രം നയിക്കുന്നത്, ആ വലിയ ദൃശ്യമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. കണ്ണീരും മുറവിളിയുമില്ലാത്ത, വെയിലോ ചൂടോ ഇല്ലാത്ത വലിയ സന്തോഷത്തിൻ്റെ അവസരമാണ്, അവസാനമില്ലാത്ത ജീവനാണ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, തിന്മയെ അവിടുന്ന് ഉന്മൂലനം ചെയ്യുമ്പോഴും അങ്ങയുടെ വിശ്വസ്തർക്ക് അവിടുന്ന് സംരക്ഷണം നൽകുന്നുവല്ലോ. കർത്താവെ, അങ്ങയോട് ചേർന്ന് നിൽക്കാൻ, അങ്ങയോട് ഒന്നിച്ചെപ്പോഴും ആയിരിക്കാൻ, അങ്ങാകുന്ന കൂടാരത്തിൽ വസിക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കണമേ. അങ്ങയുടെ വിശ്വസ്തരായിരിക്കാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം എന്നേക്കും വാഴ്ത്തപ്പെടുവാനാകട്ടെ. ആമേൻ.